ഇന്ന് ബിഗ് ബോസിൻ്റേതായിട്ട് പുതിയ ഒരു പ്രമോ പുറത്ത് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ നെവിനും അനുമോളും തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പോൾ കൂട്ടത്തിന് നമ്മുടെ ആര്യനുണ്ട്, പക്ഷേ ആര്യനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. നമ്മുടെ അനുമോൾ കിടക്കുകയാണ്, അനുമോളുടെ കെട്ടിലെ ഒരു ബ്ലാങ്കറ്റ് ഒക്കെ പോയി. അപ്പോൾ നെവിൻ വന്നിച്ച് പറയുകയാണെങ്കിൽ കിടക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് വരാൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് അനുമോൾ പറഞ്ഞു, ഇല്ല ഞാൻ എഴുന്നേൽക്കുന്നില്ല, ഞാൻ ഇവിടെ കിടക്കുകയാണ്, നിനക്ക് എന്താണ് കുഴപ്പം? ഇല്ല ക്യാപ്റ്റനാണ് എന്നെ പറയുന്നത്, ഇവിടെ കിടക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്ന ആര്യനോട്, ഞാൻ ക്യാപ്റ്റനാണ്, നീ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയും. നമ്മുടെ ആര്യൻ എന്നെ അവർ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി എങ്ങോട്ട് കിച്ചണിൽ പോയി കപ്പെടുത്തു, വെള്ളം എടുത്തു, തിരിച്ചു കൊണ്ട് കൊടുത്തു. അതിന് നമ്മുടെ അനുമോൾ പറഞ്ഞു, എൻ്റെ ദേഹത്തെങ്ങാനും വേണം, നിന്നെ ഞാൻ കാണിച്ചു തരാം, ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് നേരെ എന്ന് കയ്യിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ടത് അനുമോളുടെ ദേഹത്ത് ഒഴിക്കാൻ. അപ്പോൾ അനുമോൾ ചാടി എഴുന്നേറ്റിട്ട് നെവിൻ്റെ അടുത്ത് നിന്ന് കപ്പ് മേടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമൊക്കെ. അതിനുശേഷം എന്ത് ചെയ്തു, അപ്പോൾ ആ വെള്ളം നമ്മുടെ അനുമോളുടെ കുടിക്കുന്ന കുപ്പിയിലെ വെള്ളം ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് പോയി നെവിൻ്റെ പുറത്തൂടെ ഒഴിച്ചു. നെവിൻ്റെ ഇത് ഇപ്പോൾ ഈ ബാറ്ററി ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു മൈക്കെടുത്ത് ഊരി മാറ്റിയതിന് ശേഷം നേരെ പോയി കാപ്പി വെക്കുന്ന പാനില്ലേ, പാൻ എടുത്തിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിച്ചണിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് അനുമോൾ കട്ടിലേ നിൽക്കുകയാണ്. അപ്പോഴും പറയുന്നുണ്ട്, നീ ഒഴിക്കുക, എന്നാൽ ഞാനൊന്ന് കാണട്ടെന്ന് പറയും. അവൻ ആ വെള്ളം മുഴുവൻ ആ കട്ടിലേക്ക് ഒഴിച്ചു. അതായത് കിടന്നുറങ്ങേണ്ട ബെഡ്, ആ ബെഡ് എത്ര ദിവസം ഇവൻ ബെഡ് എടുത്ത് പുറത്ത് കൊണ്ടിടുവോ? അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി അല്ലേ, അത് നശിപ്പിക്കാവോ? അപ്പോൾ അതിനുള്ള റൈറ്റ് ക്യാപ്റ്റനിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ? നീ അറിയില്ല, സർഗോയ്ക്ക് പ്രിയപ്പെട്ടവരൊക്കെ ആയതുകൊണ്ട് നീ അങ്ങനെയുള്ള ഇത് കൊടുത്തിട്ടുണ്ടോ? മൊത്തം വെള്ളം ഒഴിക്കണം. ഇത് കാണുന്ന അക്ബറും ആര്യനും ക്യാപ്റ്റനാണ്. എന്താ ഒരു വാക്ക് മിണ്ടൂലല്ലോ അവർ മൂന്ന് പേരിൽ ആരും എന്ത് ചെയ്താലും മിണ്ടൂല. ഒരു വാക്ക് മിണ്ടിയില്ല. അന്നേരത്തേക്ക് നമ്മുടെ ആര്യം കൈ കൊട്ടി ചിരിക്കുവാണ്. ഇതാണോ ചെയ്യേണ്ടത്? ആര്യൻ്റെ സ്റ്റാൻഡ് എവിടെ പോയി? ഇതായിരുന്നോ ചെയ്യേണ്ടത്? അപ്പം എന്താ പറയുക, നമുക്കെതിരെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ എന്തും ചെയ്യും. അതായത് ന്യായമോ അന്യായമോ എന്നൊന്നും കുഴപ്പമില്ല. അമ്മൂമ്മയ്ക്ക് അനുമോൾ പറഞ്ഞ പോലെ അമ്മൂമ്മയ്ക്ക് വിളിച്ച പ്രശ്നം, അനുമോൾ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം, അല്ലെ വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസം നെവിൻ കിടന്നുറങ്ങിയില്ലേ? ഉറങ്ങുമായിരുന്നു. ബിഗ് ബോസ് വരെ അനൗൺസ് ചെയ്തു. അന്നേരം ഇവർക്കാർക്കും വെള്ളം കൊണ്ടുപോകും. അതിന് മുമ്പ് അക്ബർ കിടന്നുറങ്ങിയിട്ടുണ്ടല്ലോ, ആരെയും കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇവർ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അന്നേരം ഒന്നും തോന്നിയില്ലേ? എന്തേ നെവിനെ ഇത് അതൊക്കെ പടി ഇവർ മൂന്ന് പേരും കിച്ചണിൽ കയറണമെന്നുണ്ട്. അക്ബറും ആര്യനും കിച്ചണിൽ കയറുന്നില്ല, അപ്പോൾ അത് റൂൾസ് ബ്രേക്ക് ചെയ്തല്ലേ. അന്നേരം ഈ പറയുന്ന നെവിന് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, തന്നെ നിന്നായിരുന്നല്ലോ എന്താ പറയുക എല്ലാ പണിയും ചെയ്തത്. അതിനുശേഷം പറയുന്നുണ്ട് കറക്റ്റ് ഫുഡിന് കൊടുത്തില്ല. അപ്പോൾ പറഞ്ഞു എന്താ അനുമോൾ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അനുമോൾ ഇവരെ എല്ലാം ഹെൽപ്പ് ചെയ്യണം. അനുമോളെ അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അനുമോൾ കയറി. അപ്പോൾ അനുമോൾ അടുക്കളയിൽ കയറി ഹെൽപ്പ് ചെയ്യാത്തതിൻ്റെ വൈരാഗ്യം. പിന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ ശവനാറിപ്പൂവിനെ പറ്റി നമ്മുടെ അനുമോളെ ഉപയോഗിച്ചപ്പോൾ അനുമോൾ നല്ല വർത്തമാനം പറഞ്ഞു കൊടുത്തില്ല. അത് ശവനാറികൾക്കേ അറിയത്തുള്ളൂ, ആ ശവനാറികൾക്കേ അതിൻ്റെ മണം അറിയത്തുള്ളൂ. ശവനാറികളായ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നെവിന്, അവൻ ഇതിനെപ്പറ്റി നല്ല അറിവുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ അടിച്ചിരുത്തിയില്ല. അപ്പോൾ അവൻ അതിൻ്റെ ആ ഒരു കെറിവ് മുഴുവൻ കിടക്കും. അനുമോളെ അവനെ കാണത്തില്ല, അത് തന്നെയാണ് അവൻ്റെ പ്രശ്നം. പക്ഷേ ഈ ആഴ്ച എനിക്ക് തോന്നുന്നില്ല, വേണമെങ്കിൽ ഒന്നെങ്കിൽ സാബുമാനെ ഔട്ടാക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഔട്ട്. എന്നാലും നെവിനെ തൊടുത്തില്ല ബിഗ് ബോസ്. ഈ ആഴ്ച നെവിൻ അവിടെ ഔട്ടാകത്തില്ല. കാരണം നെവിനെ അവിടെ നിർത്തിക്കൊണ്ടേയിരിക്കും. കാരണം എതിര് നിൽക്കുന്നുണ്ടല്ലോ. പണ്ട് റിയാസിനെയും പക്ഷേ വേറെ എനിക്ക് തോന്നുന്നു ഒരാളോട് മാത്രമല്ല, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കുറച്ചുകൂടെ എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു പ്രൊവോക്കിംഗ് ഗെയിമായിരുന്നു നമ്മുടെ റിയാസിൻ്റേത്. പക്ഷേ എങ്കിൽ ഈ നെവിൻ എന്ന് പറഞ്ഞാൽ വളരെ കൂതറ സ്വഭാവമാണ് അവൻ്റെ. ചില സമയങ്ങളിൽ ശരിയാണ്, നമ്മുടെ അനുമോടയിൽ നിന്നും മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ അവിടുത്തെ ഒരാൾ പോലും ഇതിനെതിരെ സംസാരിച്ചില്ല എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക, അതായത് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു, അയാളെ എന്തും ചെയ്യാം. ഇന്നൊക്കെ ഗെയിംസിലൊക്കെ ഇവർ എന്തേലും വൃത്തികേടുകൾ കളി. അന്നേരം ഒന്നും ഈ ക്യാപ്റ്റൻസിയുടെ പവർ എടുക്കണമെന്ന് നെവിന് തോന്നിയില്ലേ? അനുമോൾ കിടക്കുമ്പോൾ മാത്രം എന്താ ഈ നെവിൻ എത്രയോ പ്രാവശ്യങ്ങൾ കിടന്നു. ഈ കഴിഞ്ഞ ദിവസം കട്ടിലെ ഒന്നോർത്തേക്ക് ഒരു കുഴിന് നിറച്ച് വെള്ളം അനുമോളുടെ കാലിൻ്റെ ആ കണ്ണയുടെ ഒപ്പം വെള്ളം നിൽക്കുകയാണ്. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബിഗ് ബോസിന് കുഴപ്പമൊന്നുമില്ലേ?